ഓവർ തിങ്കിങ്. നമ്മൾ ഒരാവശ്യമില്ലാതെ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓവർ തിങ്കിങ്. തിങ്കിങ് ഈസ് ഗുഡ്, അറ്റ് ദി സെയിം ടൈം ഓവർ തിങ്കിങ് ഈസ് ബാഡ് അല്ലെ. തിങ്കിങ് എന്നുള്ളത് ഒരു നല്ല പ്രവൃത്തിയാണ്, എന്നാൽ ഓവർ തിങ്കിങ് എന്നുള്ളത് എന്താണ്, മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ഒന്നെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എക്സാക്ട്ലി ഇത് രണ്ടും നമ്മളെ ലൈഫിന് ഗുണം ചെയ്യുന്നില്ല. നമ്മൾ എക്സാക്ട്ലി ചെയ്യേണ്ടത് എന്താണ്, ബി ഇൻ ദ പ്രസന്റ്. ഈ ഒരു മൊമെന്റിലേക്ക് നമ്മളെ ശ്രദ്ധ കംപ്ലീറ്റ്ലി, നമ്മളെ ഫോക്കസ് കംപ്ലീറ്റ്ലി കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്. മെജോറിറ്റി ആളുകൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യില്ല, അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്ത്, നമ്മളെ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആണ്, എന്നാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് മൊമെന്റിലും എവിടെ വെച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണെന്ത്, നമ്മളെ ബ്രീത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ കാമായിട്ട് ഒരു പ്ലേസ് സെലക്ട് ചെയ്യുക, അവിടെ നമ്മൾ കാമായിട്ട് ഇരുന്നിട്ട് മെല്ലെ നമ്മളെ ബ്രീത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നിട്ട് ബ്രീത്ത് ഇൻടേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. മാക്സിമം നമ്മൾ ഈ ഒരു മൊമെന്റിലേക്ക് മെല്ലെ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഒരു സംഗതി കൂടി എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക. നമ്മളെ മൈൻഡ് എന്നുള്ളത് ഒരുപാട് തോട്ട്സ് വന്നു പോകുന്നതാണ്. ഒരു ദിവസം ഏകദേശം 32,000 മുതൽ 72,000 ചിന്തകളൊക്കെ വന്നു പോകുന്നത് എന്നൊക്കെ സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്യുക. കാരണം നമ്മളെ മൈൻഡ് ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ട്രെയിൻ ചെയ്യിക്കേണ്ടതുണ്ട്. അപ്പം ഒന്ന് ചെയ്തു, ഞാനത് വീണ്ടും ചെയ്തതാണല്ലോ, പിന്നീട് എന്താ എനിക്ക് ഓവർ തിങ്കിങ് വരുന്നതെന്നുള്ള ആ ഒരു തോട്ട് മാറ്റി വെച്ചിട്ട് റിപ്പീറ്റഡ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മൈൻഡ് ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യിപ്പിക്കുക. കോൺഷ്യസ്ലി എന്ത് ചെയ്യുക, ആ ഫോക്കസിനെ തിരിച്ച് ഈ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.